വരാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് അതിപ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരം ജില്ല അടക്കമുള്ള എറണാകുളം വരെയുള്ള ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. മാധ്യമങ്ങൾ ഞങ്ങളോട് തുടരെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്നാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരിക എന്നുള്ളത്. ഞങ്ങളപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, വിജ്ഞാപനത്തോട് അനുബന്ധിച്ച് തുടർന്ന് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്ന് അവരോട് പറഞ്ഞിരുന്നു. 101 സീറ്റുകളാണ് നഗരസഭയിൽ ഉള്ളത്. 93 സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോൾ LDF പ്രഖ്യാപിക്കപ്പെടുന്നത്. ബാക്കിയുള്ള 8 സീറ്റുകളെ സംബന്ധിച്ച് ഘടകകക്ഷികളും ആയിട്ടുള്ള ചർച്ച പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. നാളത്തേക്ക് ആ 8 കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ 101 സ്ഥാനങ്ങളിൽ 93 പേരുടേതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിട്ടുള്ളത് CPI 17 സീറ്റുകളിലാവും മത്സരിക്കുക. ഇന്നിപ്പോൾ അവരുടെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായിട്ട് തീരുമാനിച്ച് വന്നിട്ടുണ്ട്. ജനതാദൾ S 2 സീറ്റിലായിരിക്കും മത്സരിക്കുക. കേരള കോൺഗ്രസ് M 3 സീറ്റിലായിരിക്കും മത്സരിക്കുക. RJD 3 സീറ്റിലായിരിക്കും മത്സരിക്കുക. INL 1 സീറ്റിലും കോൺഗ്രസ് S 1 സീറ്റിലും NCP 1 സീറ്റിലും കേരള കോൺഗ്രസ് B 1 സീറ്റിലും ജനാധിപത്യ കേരള കോൺഗ്രസ് 1 സീറ്റിലും JSS 1 സീറ്റിലും മത്സരിക്കും. അങ്ങനെ 31 സീറ്റുകളിലാണ് ഘടകകക്ഷികൾ മത്സരിക്കുന്നത്. ഇപ്പോൾ 8 സീറ്റ് ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ എല്ലാ ഘടകകക്ഷികളുടെയും വന്നിട്ടില്ല. ചില ആളുകളെ ഞങ്ങൾക്കും തീരുമാനിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് 8 സീറ്റ് ഒഴിച്ചിടുകയാണ്.